എടോ, ഇനി ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഞാൻ കയറിയാലോ? ഓടിക്കാൻ സാറിന് കോൺഫിഡൻസ് ഒക്കെ ആയോ? മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു 10-20 കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തേ. സത്യം? എടോ, ഓർമ്മയായപ്പോ തൊട്ട് കാർ കണ്ടു വളർന്നവനാ ഞാൻ. ഒരു 8-9 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനോടൊപ്പം ഇരുന്ന് ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുമായിരുന്നു. എനിക്ക് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് വീടിന്റെ മുമ്പിലിട്ട് വെറുതെ മുമ്പോട്ടെടുക്കുക റിവേഴ്സ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാലുകൾക്ക് സ്വാധീനം വന്ന ശേഷം സുമേഷിനൊപ്പം കുറച്ചു ദിവസം ഞാൻ ഗ്രൗണ്ടിലൊക്കെ പോയതല്ലേ. സാറ് ഡ്രൈവ് ചെയ്യും മേഡം, പക്ഷെ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. ലൈസൻസ് ഉള്ള താൻ കൂടെ ഇല്ലടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ ഭാര്യയെ മുന്നിലിരുത്തി ഞാനിന്ന് ഡ്രൈവ് ചെയ്യട്ടെ. അത് വേണോ കണ്ണേട്ടാ? താനൊന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ നോക്ക്. എടോ, താൻ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്ത്. ഇനിയിപ്പോ സുമേഷ് മുതലാളിയായിട്ടിരിക്കെ, ഞാൻ ഡ്രൈവറാവാം. ഓ ശരി സാറേ. ആരെങ്കിലും കാണില്ലേ കണ്ണേട്ടാ? ഏയ്, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. പിന്നെ കാർ ഓട്ടോമാറ്റിക്കാ. അതുകൊണ്ട് വേണമെങ്കിൽ ഇടതുകാലം മടക്കി വെച്ച് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പൊ പോവാം. ഭയക്കണ്ടടോ, ഞാനല്ലേ കൂടെ ഉള്ളത്. തനിക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ കയറിക്കും. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുമേഷ് കൈ തെളിച്ച് തരും. എപ്പോഴെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാമല്ലോ. ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാ. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു മൊഴി കേട്ടാൽ വിളി കേട്ടാൽ അതു മതി. നല്ല പാട്ടാന്നല്ലോ. ഓ, നിനക്ക് പാടാനൊക്കെ അറിയാല്ലേ? പണ്ടേ പാട്ട് പാടുമായിരുന്നല്ലോ. ഇളമാവിൻ കോലമിടാ. എന്റെ പൊന്നു പ്രതാപം, ഒന്ന് പയ്യെ ഓടിക്കേ. വൈദ്യരെ കണ്ടു കുഴമ്പിട്ടതേ ഉള്ളൂ. അതിനു മുമ്പ് നീ എന്റെ നടു കുളവാക്കുമല്ലോ. ഇതിലും കൂടുതൽ പതുക്കെ എങ്ങനെയാ പോകുന്ന അമ്മേ? ഈ റോഡൊന്നും ശരിയല്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? റോഡ് ശരിയല്ല, നീ ഒട്ടും ശരിയല്ല. പിന്നെ മേഘം മിടുക്കനായതുകൊണ്ടാ ഇപ്പൊ നമ്മളെല്ലാരും സന്തോഷിക്കുന്നത്. അത് ശരിയാ. അവന് ഒരു 7 പവന്റെ കട്ടിയുള്ള സ്വർണ്ണമാല സമ്മാനമായിട്ട് കൊടുക്കണം. അത് നീ എന്തു വേണേലും കൊടുത്തോ. കണ്ണന്റെ കാറ്റ് പോയി കിടക്കുന്നത് കണ്ടിട്ടേ മഹാലക്ഷ്മിയുടെ കണ്ണീന്ന് കുടുകുടു കുടാന്ന് കണ്ണുനീര് വീഴുന്നതേ എനിക്ക് സന്തോഷമാടാ. അതിന് നിമിത്തമായത് ആരായാലും അവർക്ക് തക്ക പാരിതോഷികം കൊടുക്കണം. കൊടുക്കാം. അയ്യോ, അത് കരുണയുടെ അച്ഛന്റെ വണ്ടിയാണല്ലോ. അയ്യോ, കണ്ണേട്ട അവര് വണ്ടി നിർത്തിയല്ലോ. അവരിനി കണ്ണേട്ടനെ കണ്ടു കാണോ?